ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് 3-4 ദിവസം ഒരു വീഡിയോ ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരേ റേഞ്ചിൽ തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ പിന്നെ വീണ്ടും പുതിയ വീഡിയോ ചെയ്തിട്ട് ആ ലെവൽസ് വരാനിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. കാരണം നിങ്ങൾ നോക്കി അറിയാം, നമ്മളെ നിഫ്റ്റി കൃത്യമായിട്ട് പറഞ്ഞ ഈ ഒരു റേഞ്ചിൽ തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിയും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഏതാണ് ഒരു ബാങ്ക് നിഫ്റ്റി ആ റേഞ്ച് പൊട്ടാതെ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഏകദേശം പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി 55,000 ഭാഗത്ത് തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ഈ ബാങ്ക് നിഫ്റ്റി ഒരു മാറ്റം 55,000-നും 55,500-നും ഇടയ്ക്കുള്ള ഭാഗത്ത് തന്നെ കിടന്ന് കൃത്യമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ നിഫ്റ്റി നോക്കിയാൽ നിഫ്റ്റി നിങ്ങൾക്ക് എന്തുവാണ് ഈ ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ലെവൽസൊക്കെ പൊട്ടി നിഫ്റ്റി ആ ഒരു എന്തുവാണ് ആ ഒരു ചുരുക്കി പറഞ്ഞ ഒരു വൃത്തികെട്ടൊരു മൂവ്മെന്റ്സിലൊക്കെ നിഫ്റ്റി കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ആ ഒരു റേഞ്ച് തന്നെ കിടന്ന് കളിക്കുന്നു. ബാങ്ക് നിഫ്റ്റി ആ ഒരു റേഞ്ച് തന്നെ റേഞ്ചിന് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് മാറ്റി നിൽക്കുന്നല്ലാതെ ഒരു ബ്രേക്ക് ഔട്ടോ ഡിസിസീവ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ ഒന്നും നിഫ്റ്റിയും തരുന്നില്ല, അതേപോലെ ബാങ്ക് നിഫ്റ്റി തരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. പിന്നെ ഒരു അറിയിപ്പും കൂടെ ഉണ്ട്. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഓർഡർ ഫ്ലോയുടെയും 6 മാസത്തെയും 1 വർഷത്തെയും മെൻറ്റർഷിപ്പിൻ്റെ ബാച്ച് പുതുതായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിൽ ചുരുക്കം ചിലരെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ആൾറെഡി തന്നെ 10-14 പേര് ആയിട്ടുണ്ട്. സോ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരുന്നതാണ്. സോ 6 മാസത്തെ മെൻറ്റർഷിപ്പാണ്, 1 വർഷത്തെ മെൻറ്റർഷിപ്പ്. അല്ലാതെ വന്നിട്ട് പഠിച്ചിട്ട് അങ്ങ് പോയിട്ടൊരു കാര്യമില്ല. നിങ്ങൾ ലൈവായിട്ട് മാർക്കറ്റിൽ എൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്ത് അത് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രയോജനപ്പെട്ട രീതിയിലേക്ക് അത് മാറ്റുവാനും ആ ബാച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ രീതിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. സോ അത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടേണ്ടതാണ്. സോ നമുക്ക് നോക്കാം. കാരണം നമുക്ക് ഇന്നലെ നമ്മുടെ GDP ഡേറ്റ വന്നു. നമ്മുടെ GDP ഡേറ്റ വളരെയധികം പോസിറ്റീവായിട്ടാണ് GDP ഡേറ്റ വന്നത്. 7.4 എന്ന ആ ഒരു മാജിക് നമ്പറിലേക്ക് തിരിച്ച് വീണ്ടും നമ്മുടെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിയും എക്കണോമിക് കോൺട്രാക്ട് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിഫ്റ്റി ആണെങ്കിൽ എന്താണ് ഈ വീക്കിൽ നിഫ്റ്റിയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി കൃത്യമായിട്ട് ആ ഒരു ഡേറ്റയൊക്കെ തന്ന് നിഫ്റ്റിയുടെ നമ്മുടെ GDP ഡേറ്റ വന്നിരിക്കുന്നത് ഏകദേശം പറഞ്ഞാൽ ഒരു ചുരുക്കി പറഞ്ഞാൽ വൈകിട്ട് വന്ന ഡേറ്റയിൽ വ്യക്തമായി കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ ട്രേഡ് ബാലൻസ് കൂടിയിട്ട് ഇൻട്രസ്റ്റ് ഡിസിഷൻസ് ബാക്കി അതൊക്കെ ഈ വരാൻ പോകുന്ന വെള്ളിയാഴ്ചയിലാണ് വരുന്നത്. ഇന്നലെ അതായത് ഈ വെള്ളിയാഴ്ചയായിരുന്നു നമ്മളെ ഡേറ്റ എന്താണ് പ്രീവിയസ് വീക്കിൽ കൃത്യമായിട്ട് വന്നത്. നിങ്ങൾ നോക്കിയാൽ ഞാൻ ആ ഡേറ്റയുടെ വച്ചിരുന്നു. സാറ്റർഡേ സൺഡേ നമുക്ക് ഡേറ്റ ഒന്ന് തട്ടിയിട്ട് ഞാൻ മെയ് 30-ൻ്റെ ആയിട്ട് എടുക്കാം. അപ്ലൈ കൊടുക്കുമ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഡേറ്റ വന്നത് വൈകിട്ട് വ്യക്തമായ രീതിയിൽ ഇന്ത്യയുടെ GDP ഡേറ്റ വൈകിട്ട് 5 മണിക്ക് വന്നായിരുന്നു. ആ ഡേറ്റ പ്രകാരം നമ്മുടെ GDP വന്ന് ക്വാർട്ടർലി GDP 6.7 എന്ന് 6.4 പ്രതീക്ഷിച്ച് ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ സ്ഥാനത്ത് 6.7 ആയിരുന്നു. അവിടെ നിന്നും 7.4-ലേക്ക് വന്നു. നല്ലൊരു ക്വാർട്ടർലി നല്ലൊരു ഗ്രോത്ത് തന്നിട്ടുണ്ട്. ബാങ്ക് ലോൺ ഓർത്ത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഡെപ്പോസിറ്റ് ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട്. 9.9 നിന്ന് 9.8 ആയിട്ടുണ്ട്. എന്നാൽ ഡെപ്പോസിറ്റ് ഗ്രോത്ത് സെയിം തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഫോറിൻ റിസർവ് 685.73 ബില്യണിൽ നിന്നും 692.72 ബില്യണിലേക്ക് മാറ്റി. ഏകദേശം പറഞ്ഞൊരു 7 ബില്യണിൻ്റെ ഇൻക്രീസ് വന്നിട്ടുണ്ട്. RBIയുടെ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് റിപ്പോർട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് RBI. അപ്പോൾ ചുരുക്കി പറഞ്ഞത് നമ്മുടെ ഡേറ്റ എല്ലാം വന്നു. അതുകൂടാതെ നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഏപ്രിലിൽ അത് കുറച്ച് കുറയുകയും ചെയ്തു. 15,772.70 ബില്യണിൽ നിന്നും 1863. ഡ്രാസ്റ്റിക്കായിട്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മൾ കുറഞ്ഞിട്ടുണ്ട് ഏപ്രിലിൽ. അപ്പോൾ അതും ഒരു ബാങ്കിങ് സ്റ്റോക്സിന് പോസിറ്റീവായ കാര്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വന്ന ഡേറ്റയൊക്കെ നമ്മുടെ പോസിറ്റീവായി വരുന്നുണ്ട്. RBIയുടെ മീറ്റ് ഈ വരാൻ പോകുന്ന വീക്കിലാണ്. ഈ നെക്സ്റ്റ് ഫ്രൈഡേ, ഈ വരാൻ പോകുന്ന ഫ്രൈഡേയിൽ RBIയുടെ ഇൻട്രസ്റ്റ് ഡിസിഷനും RBI മോണിറ്ററി പോളിസിയൊക്കെ ഉണ്ട്. സോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഡേറ്റ സ്റ്റാറ്റിക്സ് ഒക്കെ RBIക്ക് പോസിറ്റീവായ രീതിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും കൂടെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് നല്ലൊരു മൺസൂൺ നേരത്തെയാണ് ഇപ്പോൾ പലയിടത്തും വന്നെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ മൺസൂണ് കൃത്യമായ രീതിയിൽ കിട്ടും എന്നാണ് വെതറിൻ്റെ IMD ഫോർകാസ്റ്റ് വന്നത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള ചുറ്റുമുള്ളതെല്ലാം സപ്പോർട്ടീവായി നിൽക്കുന്നത് കൊണ്ട്
നിമിത്തങ്ങളെല്ലാം ശരിയാണ്. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ ചെയ്യുന്ന കാര്യവും കറക്റ്റായ രീതിയിൽ വരുന്നു പറഞ്ഞാൽ മാർക്കറ്റിന് അനുകൂലകരമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിലേക്ക് വരുന്നത് നമുക്ക് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടെ ആയിട്ടാണ് എനിക്ക് ഈ ഒരു മാർക്കറ്റിൽ കാണുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഡേറ്റകളെല്ലാം പോസിറ്റീവായ രീതിയിൽ വരുന്നു. മാർക്കറ്റ് ഇനി അത് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് തരാൻ സമയമായി. പ്രത്യേകിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മളെ നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഏകദേശം പറയാൻ നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 12 മെയ് നിങ്ങൾ നോക്ക്, 12 മെയ് അതായത് ഈ 12 മെയ് തൊട്ട് നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കുകയാണ്. അതേപോലെയാണ് നമ്മളെ ബാങ്ക് നിഫ്റ്റി പറയേണ്ട ആവശ്യമില്ല. ഈ 17 ഏപ്രിൽ അതായത് 17 ഏപ്രിൽ തൊട്ട് 21 ഏപ്രിൽ തുടങ്ങിയ ബാങ്ക് നിഫ്റ്റി ഏതാണ്ട് ഒരേ റേഞ്ചിൽ ഇടയ്ക്ക് ഒരു 3 ദിവസം അത് പൊട്ടി താഴേക്ക് പോയെന്നല്ലാതെ ചുരുക്കി പറഞ്ഞാൽ അവൻ കൃത്യമായിട്ട് ഈ ക്ലസ്റ്ററിൻ്റെ ഭാഗത്ത് തന്നെ കിടന്നു. എല്ലാ ഡേറ്റയും ഒരു മാർക്കറ്റ് പക്ക ഒരു ബാലൻസിൻ്റെ രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ബാലൻസ് ലീഡ്സ് ടു ഇംബാലൻസ്. സോ എന്നെ സംബന്ധിച്ച് ബ്രേക്ക് ഔട്ട് ഒരു കിഡിലൊരു ബ്രേക്ക് ഡൗൺ ആയാലും ബ്രേക്ക് ഔട്ട് ആയാലും ഒരു അടിപൊളി അടാറ് മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യത മാർക്കറ്റിലും വളരെയധികം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. സോ അത്രത്തോളം ഷോർട്ട് വരുമ്പം അതിനെക്കാട്ടി അപ്പുറത്തെ രീതിയിലുള്ള ഒരു മുന്നേറ്റവും മാർക്കറ്റിൽ വരാനുള്ള ചാൻസും കാണുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവും. അവർ ബാങ്ക് നിഫ്റ്റി ആ റേഞ്ചൊക്കെ നിൽക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി POC ഇന്നലെ ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ POCക്ക് മുകളിലോട്ട് മാറ്റിയ സമയം കിട്ടില്ല. POC നിൽക്കുന്നത് 55,465 ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ POC ഒന്ന് മാർക്ക് ചെയ്യുക. എത്രയാണ് ബാങ്ക് നിഫ്റ്റിയുടെ POC വരുന്നത്? 55,465 ഭാഗത്താണ് POC നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ POC ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. 55,465 ഭാഗത്താണ് POC. POCക്ക് ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ, അത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസിന് ഇപ്പോഴും ഒരു ചേഞ്ച് ഇല്ല. ഞാൻ ആ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ ബുള്ളിഷ് റെഫറൻസ് വയ്ക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 55,835 മുകളിൽ മാത്രമേ ഞാൻ ഈ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബുള്ളിഷ് റെഫറൻസ്, എത്രയാണ് 55,835 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ഞാൻ ഒരു ബുള്ളിഷ് റെഫറൻസ്. നമ്മുടെ ക്ലോസിംഗ് പ്രൈസ് 755 ആണ്. 835 മുകളിൽ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബുള്ളിഷ് റെഫറൻസ് പറയുന്നുള്ളൂ. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള ചാൻസ് കുറവ്. ശരിക്കും POC എത്രയാണ്? 55,465 ആണ്. ഞാൻ ബുള്ളിഷ് റെഫറൻസിനൊന്ന് മാറ്റി 55,835 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് പോകാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പഴയ ഹൈ, അന്ന് വന്ന ഹൈ 56,097 ആണ്. എന്നെ സംബന്ധിച്ച് R1 എന്ന് പറയുമ്പം 56,097 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടെ. അപ്പോൾ 56,097 ആണ് എന്നെ സംബന്ധിച്ചുള്ള R1. R2 എന്ന് പറയുമ്പം 56,000 നമ്മുടെ R1 ആണ്. എത്രയാണ്? 56,097 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ്. സോ 56,097 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ R1 എന്ന് പറയും. R2ന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 56,200 ഭാഗത്ത് 231 ഭാഗത്തേക്ക് പോകാനും ചാൻസ് ഉണ്ട്. എത്രയാണ്? 56,237 56,237 ആയിരിക്കും എന്നെ സംബന്ധിച്ചുള്ള R2. ചുരുക്കി പറഞ്ഞാൽ 55,835 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ R1 എന്ന് പറഞ്ഞാൽ 56,097 ഭാഗത്തേക്കും അതിന് മുകളിൽ R2 എന്ന് പറഞ്ഞാൽ 56,237 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ബെയറിഷ് റെഫറൻസ് എന്നെ സംബന്ധിച്ച് 55,150 താഴെയാണ് ബെയറിഷ് റെഫറൻസ്. 55,150 താഴെ വീണ്ടും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് ബാങ്ക് നിഫ്റ്റിക്ക് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. ഫസ്റ്റ് ടാർഗറ്റ് ബെയറിഷ് റെഫറൻസ് പൊട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വരികയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 55,000 ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 55,000 ഭാഗത്തേക്ക് വരാനും 55,000 ഭാഗത്തേക്ക് വരാനും 55,000 പൊട്ടുകയാണെങ്കിൽ 54,770 ഭാഗത്തേക്ക് വരാനും 54,770
770 ഭാഗത്തേക്ക്, സെക്കൻഡ് ടാർഗറ്റ് 54,770 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ 55,150 പൊട്ടുകയാണെങ്കിൽ ഇത്തവണ സെല്ലിങ്ങിൻ്റെ ഒരു ഫിഗർ സ്റ്റാർട്ട് ചെയ്യും. ആ സെല്ലിംഗ് ഫിഗർ 55,000 പൊട്ടുകയാണെങ്കിൽ 54,770 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. ഇനി എന്താണ് 55,835 ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ 56,097, 56,237 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റിക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ ലെവൽസ്. നിഫ്റ്റി എന്ന് പറയുമ്പോൾ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു -90, ബാങ്ക് നിഫ്റ്റി പ്ലസ്സിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി -97 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് എന്താണ് ഒരു സെല്ലിംഗ് സ്പ്രീ ആയിട്ടാണ് നിഫ്റ്റി ഇപ്പോഴും, സെല്ലിംഗ് സ്പ്രീ അല്ല, ഒരു റേഞ്ച് തന്നെയാണ് നിഫ്റ്റിയുടെ സ്പോട്ട് ഇപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത് 24,755 ഭാഗത്താണ് POC. ഇപ്പോൾ ഞാൻ POC ഒന്ന് ഞാൻ മാറ്റുകയാണ്. 24,755 ഭാഗത്താണ് POC ഇപ്പോഴും നിൽക്കുന്നത്. നമ്മൾ 755 എന്ന് പറഞ്ഞ ഭാഗത്തിൻ്റെ സ്പോട്ട് ഇപ്പോഴും ഒരു സപ്പോർട്ടാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിങ്ങിൻ്റെ ഒരു സ്ട്രെങ്ത് ഇപ്പോൾ നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ സെല്ലിങ്ങിൻ്റെ സ്ട്രെങ്ത് ഇപ്പോഴും കാണുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് സെല്ലിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് 24,680 അല്ലെങ്കിൽ 700 24,700 താഴെ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഞാനൊരു സെല്ലിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. 24,700 താഴെ സ്പോട്ട് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ വീണ്ടും ഞാനൊരു സെല്ലിങ്ങിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയിലേക്ക് മാർക്കറ്റ് വീണ്ടും പോകും. സെല്ലിങ് ഇൻറ്റൻസിറ്റി എന്നാൽ കുറച്ചുകൂടെ താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,621, 24,621, 24,620 ഭാഗത്തേക്ക് S1 വരാനും അതിന് താഴെ S2 എന്ന് പറഞ്ഞ് വ്യക്തമായി പറയുകയാണെങ്കിൽ S2 എന്ന് പറയുമ്പോൾ 54,565 ഭാഗത്തേക്ക് 24,560 24,560 ആ 24,560 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റി കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് മുകൾ സൈഡിൽ എവിടെയാണ് ബെയറിഷ് റെഫറൻസ് അല്ല ബുള്ളിഷ് റെഫറൻസ്. ഇപ്പം ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് 24,900, ഈ 24,900 പൊട്ടുകയാണെങ്കിൽ മാത്രം നിഫ്റ്റിയിൽ വീണ്ടും ഒരു ബൈയിങ് സ്ട്രെങ്ത് സ്റ്റാർട്ട് ചെയ്യും. 24,900 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ബൈയിങ് സ്ട്രെങ്ത് സ്റ്റാർട്ട് ചെയ്യും. ആ ബൈയിങ് സ്ട്രെങ്ത് നിഫ്റ്റിയെ വീണ്ടും സ്പോട്ട് മാർക്കറ്റിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകും. 24,900 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പം 25,000 ഭാഗത്തേക്ക് വരും. 25,000 എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗത്തേക്ക് 25,000 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,105 ഭാഗത്തേക്ക് സ്പോട്ട് വരാനും ചാൻസ് ഉണ്ട്. 25,105 പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ഫർദർ അപ്വേർഡ് മൂവ് വരാനും അത് 25,400 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസും വളരെയധികം കൊടുത്തു. ഒരിക്കൽ പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഈ ആഴ്ച ഒരു കിടിലം മൂവ് തരാനുള്ള സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ 12 മെയ് നമ്മുടെ യുദ്ധത്തിൻ്റെ ആ ഒരു ഇല്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ പിറ്റേന്ന് തുടങ്ങിയത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് റണ്ണവേ ഗ്യാപ്പ് 24,100 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 25,000 ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് കയറി പോയി 25,105 അടിച്ച് ആ ദിവസത്തേക്കുള്ള പ്രൊഫൈലിൽ കിടന്ന നിഫ്റ്റി വ്യക്തമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ 25,105 മുകളിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് വരികയാണെങ്കിൽ അതൊരു റിവേഴ്സ് റാലി അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മൊമെന്റം മാർക്കറ്റിൽ വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 56,097 മുകളിൽ ബാങ്ക് നിഫ്റ്റിയിൽ സ്പോട്ട് ക്ലോസ് ചെയ്യണമെങ്കിലും നിഫ്റ്റിയിൽ 25,105 മുകളിൽ ക്ലോസ് ചെയ്യണമെങ്കിലും ഒരു ഹെവിലി ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിൽ അടിപൊളി മൂവ്മെന്റ് വരാനുള്ള ചാൻസ് ഇനി സമയമില്ല, ഇനി വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മാർക്കറ്റിൽ. പിന്നെ നമ്മുടെ മാർക്കറ്റിന് പോസിറ്റീവായ രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ GDP ഡേറ്റ 7.4 ആണ്, നല്ല പോസിറ്റീവായ രീതിയിലുണ്ട്. RBIയുടെ ഭാഗത്തുനിന്ന് നല്ലൊരു ക്രെഡിറ്റ് ഗ്രോത്തും പിന്നെ ഫോറിൻ റിസർവും നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഒക്കെ കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ സംഭവിച്ചതുകൊണ്ട് റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തേക്ക് ഒരു പ്രഷർ പോയിട്ടുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കുറയ്ക്കാൻ. അതുകൂടാതെ നമ്മുടെ മൺസൂൺ നോർമൽ മൺസൂൺ ആയിരിക്കും, അതായത് ഇത്തവണ നമുക്ക് ഡ്രൗട്ട് ഇല്ല, പകരം നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു കിട്ടിയില്ല ഒരു ഹാർവസ്റ്റിംഗ് സീസൺ ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നതൊക്കെയാണ് പൊതുവായിട്ട് കിട്ടിയ ഒരു റിപ്പോർട്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ RBIയുടെ ഭാഗത്തൊരു പോസിറ്റീവ് ന്യൂസ് ആയിരിക്കും വരാൻ പോകുന്നത്. അത് സംഭവിക്കാനുള്ള ചാൻസ് മാർക്കറ്റിൽ വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ എൻ്റെ പുതിയൊരു മെൻറ്റർഷിപ്പിൻ്റെ ബാച്ച് തുടങ്ങാൻ പോകുന്ന 6 months-ഉം 1 വർഷത്തേക്കും താല്പര്യമുള്ളവർ, നിങ്ങൾക്ക് 1 വർഷം അല്ലെങ്കിൽ 6 മാസം എൻ്റെ കൂടെ ഇരുന്ന് മാർക്കറ്റ് പ്രൊഫൈലും ഓർഡർ ഫ്ലോയും പഠിച്ച് ലൈവായിട്ട് ട്രേഡ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ദയവായി തമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. വി ക്യാൻ ട്രേഡ് ടുഗദർ, ഡിസ്കസ് ടുഗദർ ആൻഡ് സ്റ്റഡി ടുഗദർ. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാം. നമ്മൾ പറയില്ലേ, ചെന്നായ്ക്കളെ പോലെ കൂട്ടമായിട്ടിരുന്ന് നമുക്ക് ഇരുന്ന് ട്രേഡ് ചെയ്യാം.
പാക്ക് ഓഫ് ഫൂൾസ് എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. സോ എല്ലാവരും വീഡിയോ കാണുക. ഗോ ചാർട്ടിങ്ങിലെ മാർക്കറ്റ് പ്രൊഫൈൽ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുള്ള വീഡിയോ ഞാൻ 2-3 ദിവസം മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. ഗോ ചാർട്ടിങ്ങിൽ ലോഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി 20% ഓഫറും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി സൺഡേ ടു ആൾ ഓഫ് യു. ഒരു ബിഗ് ബ്രേക്കൗട്ട് വരാൻ മാർക്കറ്റിൽ നമുക്ക് നോക്കാം, വരുമോ ഇല്ലേ നോക്കാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.